ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ ഈ ഓണ എക്സാമിന് കൺഫേം ആയിട്ട് വരുന്ന ഉറപ്പിച്ചാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇൻ സെർച്ച് ഓഫ് എ സീക്രട്ട് എന്ന് പറയുന്ന ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് കൺഫേം ആണല്ലോ അല്ലേ. അതിൽ ഏറ്റവും ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. കാരണം എർത്തിന്റെ ഇന്റീരിയർ പാർട്ടിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്റീരിയർ പാർട്ടിനെ കുറിച്ച്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചു വെച്ചോ മക്കളെ. നമ്മുടെ എർത്തിനെ നമുക്ക് ആദ്യം 3 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റ്, മാന്റില്, കോർ. ഭൂവൽക്കം, മാന്റില്, കാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. അതിൽ ഓരോന്നിന്റെയും ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓരോന്നിന്റെയും ഡീറ്റെയിൽ പരീക്ഷയ്ക്ക് മേ ബി ഉണ്ടായിരിക്കും. ഒന്നുകിൽ മാന്റിലിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ കോറിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ക്രസ്റ്റിനെ കുറിച്ചായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് നമ്മുടെ ഭൂവൽക്കം എന്ന് പറയുന്ന ക്രസ്റ്റിനെ കുറിച്ച് പഠിക്കാം. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ താരതമ്യേന ഒരു പുറന്തോടായിട്ട് നിൽക്കുന്ന കട്ടി കുറഞ്ഞിട്ടുള്ള ഭാഗത്തെയാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. വെറും 40 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ കനം എന്ന് പറയുന്നത്. അതിന്റെ കട്ടി എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ? 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിനെ 2 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിക്കാം. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത്, പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ, നമ്മൾ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്ന ഭൂമിയുടെ ഏത് ഭാഗത്താണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോഴൊക്കെ എഴുതേണ്ട ഏതാണ്? ഭൂവൽക്കത്തിലാണ്, ക്രസ്റ്റിലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തെ തോടായിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെ 2 ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് തരംതിരിക്കാം. അതാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. എന്ന് വെച്ചാൽ നമ്മൾ കരയും ഉണ്ട്, കടലും ഉണ്ടല്ലോ അല്ലെ. അല്ല, കരയുടെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കം എന്ന് പറയും. അതേസമയം കടലിന്റെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കം. അങ്ങനെ 2 പേരുകളിലാക്കിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യാറുണ്ട്? തരംതിരിക്കാറുണ്ട്. അതേസമയം ഈ നമ്മുടെ വൻകര ഭൂവൽക്കം കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് സിയാൽ. അതിനെ മറ്റൊരു പേരും കൂടെ വിളിക്കും, സിയാൽ എന്ന് വിളിക്കും. അത് വിളിക്കാനുള്ള കാരണം എന്താണ് മക്കളെ? ഇത് നിർമ്മിച്ചിട്ടുള്ളത് സിലിക്കയും അലുമിനിയം കൊണ്ടാണ്. സിലിക്കയും അലുമിനിയം കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അതിനെ സിയാൽ എന്നും, അതേസമയം ഓഷ്യാനിക് ക്രസ്റ്റിനെ സമുദ്ര ഭൂവൽക്കത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമ. അതെന്തുകൊണ്ടാണ്? സിലിക്കയും മഗ്നീഷ്യവും കൊണ്ട് നിർമ്മിച്ചുകൊണ്ടാണ്. സിലിക്കയും മഗ്നീഷ്യവും ആയതുകൊണ്ട് സിലിക്ക അതുപോലെ തന്നെ മഗ്നീഷ്യം. ഈ സിലിക്ക മഗ്നീഷ്യം കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് സിമ എന്ന് ഓഷ്യാനിക് ക്രസ്റ്റിനെ അഥവാ സമുദ്ര ഭൂവൽക്കത്തെയും കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വന്ന് വിളിക്കുന്നു, സിയാൽ എന്നും വിളിക്കുന്നു. അപ്പോൾ അതോടുകൂടെ നമ്മളെ ക്രസ്റ്റിന്റെ കാര്യം, ഭൂവൽക്കത്തിന്റെ കാര്യം തീരുമാനമായി. ഇനി നമുക്ക് ആരെ നോക്കിയാൽ മതി? മാന്റിലിനെ നോക്കിയാൽ മതി. മാന്റിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൊക്കേറ്റഡ് ദ ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് തൊട്ട് താഴെയായിട്ടാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല എക്സ്റ്റെൻഡഡ് അപ് ടു 2900 കിലോമീറ്റേഴ്സ്, 2400 കിലോമീറ്റർ വരെ വീതി കിടക്കുന്ന വിശാലമായിട്ടാണ്. നമ്മുടെ ഭൂവൽക്കം വെറും 40 കിലോമീറ്റർ. ഇവിടെയാണെങ്കിൽ എത്രയാ? 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ കട്ടി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ. ഉപരി മാന്റിലും അധോ മാന്റിലും എന്ന് പറഞ്ഞുകൊണ്ട് 2 എണ്ണമായിട്ട് തരംതിരിക്കാം. അല്ലെങ്കിൽ അപ്പർ മാന്റിലേക്ക് പറയുന്ന സമയത്ത് മെയ്ഡ് അപ്പ് ദ സിലിക്കൻ കോമ്പൗണ്ട്, സിലിക്കൻ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. മാത്രമല്ല അതൊരു സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിന്റെ സ്റ്റേറ്റ് ഏതാണ് മക്കളെ? ആക്ച്വലി സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം മാത്രമാണ് ഇതെന്ന് പറഞ്ഞാൽ. അതേസമയം ലോവർ മാന്റിലാണെങ്കിലോ അധോ മാന്റിലാണെങ്കിലോ ബെനീത്ത് ഓഫ് ദ അപ്പർ മാന്റിൽ, അപ്പർ മാന്റിലെ ഉപരി മാന്റിന്റെ തൊട്ട് താഴെയായിട്ടാണുള്ളത് സെമി ലിക്വിഡ് സ്റ്റേറ്റ്, അർദ്ധ ദ്രാവകാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അതേസമയം ഏറ്റവും അവസാനത്താണ് കോർ എന്ന് പറയുന്ന, കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. അത് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ്. 40 കിലോമീറ്റർ, 2900 കിലോമീറ്റർ, 6371 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ. ഇതിനെ നമ്മൾ 2 ഭാഗമായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഔട്ടർ കോറും ഇന്നർ കോറും. പുറക്കാമ്പും അകക്കാമ്പും എന്ന് പറഞ്ഞാൽ 2 എണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ പുറക്കാമ്പ് അഥവാ ഔട്ടർ കോർ എന്ന് പറയുന്നത് അത് ഉരുകിയ അവസ്ഥയിലാണ്, മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അതേസമയം അകക്കാമ്പ് എന്ന് പറയുന്നത്, ഇന്നർ കോർ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ്. കൂടാതെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കാം. ഈ ഭാഗം നിർമ്മിച്ച ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് വിളിക്കും. നിഫെ എന്ന് വിളിക്കാനുള്ള കാരണം അത് നിക്കലും ഫെറസും കൊണ്ട് നിർമ്മിച്ചാണ്. ഫെറസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. അതുകൊണ്ട് നിക്കലും ഫെറസും കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തുകൂടെ വിളിക്കും? നിഫെ എന്ന് വിളിക്കും. സോ മക്കളെ, പരീക്ഷയ്ക്ക് ഉറപ്പിച്ചോളൂടാ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇന്നത്തെ മെഗാ മാരത്തോൺ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. സോ നമുക്ക് ലൈവിൽ അടിപൊളിയായിട്ട് അവിടെ കാണാടാ.